ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഡേവിഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ഹൃദയത്തിന് പുറകെ നടന്ന വ്യക്തി അല്ലെ, ദൈവത്തെ ഒരുപാട് സ്നേഹിച്ച വ്യക്തി അല്ലെ, ദൈവത്തിന്റെ അടുത്തായിരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി. ആം, എന്താ പറയുക, ഡേവിഡ് ഇങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുക. എൻ്റെ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ ബ്യൂട്ടി എനിക്ക് ഗേസ് ചെയ്യണം എന്നാണ്. ബ്യൂട്ടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെ, ദൈവത്തിന്റെ മുഖത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഡേവിഡിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെ. അപ്പൊ ഡേവിഡ് പറഞ്ഞിരിക്കുക നമ്മളോട്, 34-ാമത്തെ സങ്കീർത്തനത്തെ വാക്യം ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുവോ, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രുചിച്ചറിയ ദൈവത്തെ അല്ലെ, രുചിച്ചറിയും. അവൻ എത്ര എത്ര നല്ലവനാണെന്നുള്ള കാര്യം നിങ്ങൾ രുചിച്ച് അറിയും അല്ലെ. ദൈവത്തിലെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ ഇട വന്നിട്ടില്ല. ദൈവത്തിലെ ശരണം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ് അല്ലെ. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ ഭയന്നുകൊണ്ട്, ഭയന്ന് പറയുമ്പോൾ ദൈവം മഹാമോശപ്പെട്ട് ഭയങ്കര കാഴ്ചക്കാരനായിട്ടുള്ള ആളായതുകൊണ്ടല്ല, പക്ഷേ ദൈവത്തോടുള്ള സ്നേഹവും റെസ്പെക്റ്റും എല്ലാം കാണും അല്ലെ. ആപത്തിൽ നിന്നോ ഭയത്തിൽ നടക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കൽ പോലും ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഇന്ന് പലയിടത്തും കേൾക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, പല പാസ്റ്റർമാരെയൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ മണി കൊടുക്ക് അല്ലെ, മണി കുറേ അങ്ങ് കൊടുക്ക്, മിനിസ്ട്രിയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. പ്രോസ്പെരിറ്റി ഗോസ്പല് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാർ അല്ലെ. പക്ഷെ ഈ ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നാണ് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് അനുഗ്രഹം വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിനോ കൃപയ്ക്കോ ദൈവത്തിന്റെ അനുഗ്രഹത്തിനോ ഒന്നിനും പാത്രമാകാൻ എന്താ പറയുക, വാല്യൂ ഉള്ള വ്യക്തികളല്ല നമ്മൾ അല്ലെ. എന്നിട്ടും കൂടെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവം, നമ്മള് പാപികളായിരുന്നപ്പോൾ നമ്മളെ തേടിയെത്തിയ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ആ ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ അത് അറിഞ്ഞ് മുമ്പോട്ട് ജീവിക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്നും ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് സംസാരിക്കാൻ. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങയുടെ അനുഗ്രഹമാകുന്നു കർത്താവേ. അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ മാത്രമുള്ള വാല്യോ വേർത്തോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ എന്നാലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവം, ഞങ്ങൾ ഒരിക്കൽ പോലും വിട്ട് കളയാത്ത ദൈവം കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ തേടി എത്തുകയാണ് കർത്താവ്. ഞങ്ങളൊന്നും ചെയ്തുകൊണ്ടല്ല, പക്ഷെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കും, ഞങ്ങളുടെ പിതാവായതുകൊണ്ട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. എല്ലാത്തിനോടും നന്ദി പറയുന്നു. ജോസഫ് കാലൂരി അങ്ങയുടെ ഭരത്തിനോട് നന്ദി പറയുന്നു കർത്താവെ. നന്ദി പിതാവേ. യേശുവിൻ നാമത്തിനാമേ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ടും ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്നതിനായിട്ട് നന്ദി പറഞ്ഞു, യേശുവിൻ നാമത്തിനാമേ. അപ്പൊ 34-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാൻ പറ്റും, ഡേവിഡിന്റെ സങ്കീർത്തനമാണ്. 8-ാമത്തെ വാക്ക് തൊട്ട് 10-ാമത്തെ വാക്കുകൾ വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം സാംസൺ 34-ന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. യഹോവയെ അന്വേഷിക്കുന്നവർക്ക്, യഹോവയെ ഭയപ്പെടുന്നവർക്ക് ഒരു കാലത്തും ഒന്നിനും മുട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ദൈവത്തിന്റെ എന്താ പറയണ ഡിസയറാണ്, വില്ലാണ്, നമ്മുടെ ദൈവത്തിന്റെ തീരുമാനമാണ് തന്റെ കുഞ്ഞുങ്ങൾ എന്താ പറയുക അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്ന്. സങ്കീർത്തനത്തിന് തന്നെ നമ്മൾ 35-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അവിടെ 27-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ദാസന്റെ എന്താ പറയണ ബ്ലെസ്സിങ്ങില് പ്ലഷർ എടുക്കുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ അനുഗ്രഹിക്കുന്നതില് ജോയ് കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ദൈവം, അതാണ് നമ്മുടെ ദൈവം. ഇനി യോഹന്നാൻ എഴുതിയ ലേഖനത്തിന്റെ 3-ാമത്തെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ അതിന് ഒരു ചാപ്റ്റർ ഉള്ളല്ലോ. അപ്പൊ അതിന്റെ 2-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 3-ാമത്തെ യോഹന്നാന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 2-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിന് ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വന്ന ദൈവം നമ്മുടെ ആത്മാവിനെ തന്നെയല്ല വീണ്ടെടുത്തിരിക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്തിരിക്കുന്നു. യേശുക്രിസ്തു എന്താ പറയാ നമ്മളുടെ പാപം മുഴുവൻ വഹിച്ചു കൊടുത്ത് തന്നെ ക്രോസ് ഓഫ് കാൽവറിയിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കുകയോടെ ചെയ്തിരിക്കുന്നു അല്ലെ. നമ്മൾക്ക് വേണ്ടി ദാരിദ്ര്യം
എന്താ പറയാ അനുഭവിച്ചവനാണ് നമ്മളെ റിച്ച് ആക്കുന്നതിന് വേണ്ടി, അല്ലെ? നമ്മളെ സമ്പന്നരാക്കുന്നുണ്ട് യേശുവില്. നമ്മൾക്ക് സകല ബ്ലെസ്സിങ് ഉണ്ട്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിലാണ്. യേശുവിന്റെ പുറത്ത് നമുക്ക് യാതൊരു അനുഗ്രഹവും ഇല്ല. ഈ ലോകത്തിൽ നമ്മളായിരുന്നാൽ യാതൊരു വിധത്തിലുള്ള അനുഗ്രഹവും നമ്മൾക്കില്ല, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കില്ല. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പോൾ പറഞ്ഞു 1-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിൽ യേശുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ കൂടെ അല്ല എങ്കിൽ ലോകത്തിന്റെ പാർട്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവര് ആയിരിക്കത്തില്ല. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ എന്താ പറയുക, ഭയപ്പെടുക, ദൈവത്തിന്റെ വഴി കൊണ്ട് നടക്കുക, അതാണ് അവനെ അന്വേഷിക്കുക. അതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം, അല്ലെ? ദൈവമാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം. അവൻ ആയിരിക്കട്ടെ നമ്മളുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം, അല്ലെ? അവനായിരിക്കട്ടെ നമ്മളുടെ ഷെപ്പേർഡ്, അല്ലെ? നമുക്കറിയാം സങ്കീർത്തനത്തിന് 23-ലേക്ക് പോകുമ്പോൾ, സങ്കീർത്തനം 23-ലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, അല്ലെ? പ്രോസ്പെരിറ്റി. ഇനി ഒരു കാര്യം പ്രോസ്പെരിറ്റിയെ പറ്റി പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫൈനാൻഷ്യൽ ഉള്ള പ്രോസ്പെരിറ്റിയെ പറ്റി, സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തെ പറ്റി, അല്ലെ ബ്രേക്ക് ത്രൂവിനെ പറ്റി മാത്രമല്ല, വിടുതലിനെ പറ്റി മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഒരു കാര്യത്തിലും മുട്ടുണ്ടാവില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അത് നമ്മൾ എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ പറ്റി നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന് എല്ലാ ഏരിയ ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയ ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഡിസയറും അത് തന്നെ, ദൈവത്തിന്റെ ബില്ലും അത് തന്നെയാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഫാമിലി ജീവിതം പ്രോസ്പെറസ് ആയിരിക്കാൻ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരുടെ ഫ്യൂച്ചർ, അവരുടെ ആരോഗ്യം, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മാതാപിതാക്കളുടെ ആരോഗ്യം, നമ്മളുടെ സഹോദരങ്ങളുടെ ആരോഗ്യം, അവരുടെ ജീവിതം, നമ്മളുടെ ജോലി, നമ്മളുടെ എന്താ പറയാ സ്പിരിച്വൽ ലൈഫ്, അല്ലെ? നമ്മൾ ഗോസ്പൽ ഷെയർ ചെയ്യുന്നത്, അങ്ങനെ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ സകല ഏരിയയും, അല്ലെ? നമ്മൾ മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്സ്, അങ്ങനെ എല്ലാ കാര്യത്തിലും, അല്ലെ? നമ്മുടെ മാരേജ്, അങ്ങനെ സകല കാര്യത്തിലും പ്രോസ്പെരിറ്റി ഉണ്ടാകുന്ന, സകല കാര്യത്തിലും ബ്ലെസ്ഡ് ആയിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ എന്നാലും നമ്മൾ ഈ ലോകത്തിന്റെ പാട്ടായതുകൊണ്ട് യേശു പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഷ്ടതകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ ദൈവം. അതും ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ കഷ്ടതകൾ വന്നുകൊണ്ടിരിക്കും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ വരും, അല്ലെ? ദൈവത്തിന്റെ നീതിമാന് പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ എന്നാണ് ദൈവം പറഞ്ഞിരിക്കും. പക്ഷെ അതിനോട് നമ്മൾ വിഷമിക്കേണ്ട കാരണം നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, അല്ലെ? നമ്മൾ ദൈവത്തെ ഫോളോ ചെയ്യുക, അവനെ ഒബേ ചെയ്യുക, അവനെ അനുസരിക്കുക. നമ്മളിപ്പോ ഡ്യൂട്രോണമിയിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 28-ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ലേ, ദൈവത്തെ ഫോളോ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ കമാൻഡ്മെന്റ്സ് കേട്ട് നടക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും, അല്ലെ? അല്ലാതെ വേറെ ദൈവങ്ങളെ തിരക്കി പോവുകയാണെങ്കിൽ, വേറെ കാര്യത്തിനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കത്തില്ല. അപ്പൊ നമ്മളുടെ അനുഗ്രഹത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാല് ദൈവം മാത്രമാണ്, അല്ലെ? അവന്റെ സ്നേഹം മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ പറയണേ, പലരും ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന കാര്യമാണ്, എന്താ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്കറിയാം പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പലരും പ്രീച്ച് ചെയ്യുന്ന കാര്യം ഇത് അങ്ങനെ ആയിരിക്കണം, ദൈവം എപ്പോഴും ബ്ലസ് ചെയ്യും, അതെ ദൈവം ബ്ലസ് ചെയ്യും, അവർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ട്. പക്ഷെ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലരെങ്കിലും പറയുന്നത് ഇങ്ങനെയാ, നിങ്ങൾ കുറേ അധികം പണം മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെ, കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, കുറെ സ്ഥലങ്ങൾ നിങ്ങൾ എഴുതി ചർച്ചിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും, അല്ലെ? ഇതൊരു സീഡ് അങ്ങോട്ട് സോ ചെയ്യും, അല്ലെ? നിങ്ങൾ ഒരു വിത്ത് നിങ്ങളങ്ങ് വിതയ്ക്കുക. നിങ്ങൾ എന്താ പറയുക, അങ്ങനെ വിതച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങ് തരും. അതൊക്കെ എന്താ പറയണേ, നമ്മള് എന്താ പറയാ ലോ പോലെ, അല്ലെ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ വരുന്ന പോലത്തെ കാര്യങ്ങൾ പറഞ്ഞത്. അത് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, റിലീജിയസ് ആയിട്ടുള്ള ഒരു ആക്റ്റാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കുമല്ലോ, അങ്ങനെയല്ല. നമ്മളൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ് നമ്മൾക്ക് അനുഗ്രഹത്തിനുള്ള ആധാരം. ദൈവം സ്നേഹിക്കും ദൈവം നമ്മളുടെ പിതാവാണ്, അത് മാത്രമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാനുള്ള കാര്യം, അല്ലെ? നമ്മളുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ ക്വാളിറ്റി കൊണ്ടോ, നമ്മൾ സത്യസന്ധത കൊണ്ടോ, നമ്മുടെ വിശ്വാസം കൊണ്ടോ നമ്മളുടേതായിട്ട് ഒന്നുമില്ല. അവൻ നമ്മളെ അങ്ങ് സ്നേഹിക്കുവാണ്. എന്തിനാണ് നമ്മളെ സ്നേഹിക്കുന്നത്? ഒരു അറിവുമില്ല, ദൈവം നമ്മളെ അങ്ങ് സ്നേഹിക്കുവാണ്. ദൈവം യേശു ആ തീരുമാനം അങ്ങ് എടുത്തിരിക്കും, ഞാൻ
ഈ മനുഷ്യരെ അങ്ങ് സ്നേഹിക്കുവാണ് എന്നുള്ള അത് ദൈവം തീരുമാനം എടുത്തിരിക്കുന്നു. എന്നാൽ തൈത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, തൈത്ത് കൊടുക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ചിലവരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ന്യൂ ടെസ്റ്റമെന്റിൽ വരുന്നൊക്കെ ചർച്ചിന് അല്ലെ, എന്താ പറയാ, നമ്മള് ചർച്ചിൽ ഉള്ളവര് ഇപ്പൊ നമുക്ക് തൈത്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിള് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. എല്ലാ കാര്യവും എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് ന്യൂ ടെസ്റ്റമെന്റ് മാത്രമല്ല ഉള്ളത്, അല്ലെ, നമുക്ക് ഓൾഡ് ടെസ്റ്റമെന്റും നമ്മൾക്കുള്ളതാണ്. ദൈവത്തിന്റെ വചനമാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് ദൈവത്തിന്റെ വചനമാണ്, അല്ലെ. ചില ആൾക്കാർ പറയും ഓൾഡ് ടെസ്റ്റമെന്റ് ചർച്ചിൽ ബിലീവേഴ്സിനുള്ള കാര്യമല്ല എന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ വചനമല്ലേ അത്, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന വചനമല്ലേ. ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾക്ക് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം അത് നമ്മുടെ ബൈബിളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ നമുക്കുള്ളതല്ലേ. അപ്പൊ തൈത്തിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുക, എബ്രഹാം തൈത്ത് കൊടുത്തിരുന്നു. ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എബ്രഹാം. മോസസ് വഴിയല്ലേ ന്യായപ്രമാണം വന്നത്. അപ്പൊ തൈത്ത് ന്യായപ്രമാണത്തിന്റെ പാട്ടാണെങ്കിൽ എബ്രഹാം എന്തിനാണ് തൈത്ത് കൊടുത്തല്ലേ? മെൽക്കിസേദെക്കിന് തൈത്ത് കൊടുത്ത് എന്തിനാണ്? അപ്പൊ എബ്രാഹിം ലേഖനത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയാ, എബ്രഹാം തൈത്ത് കൊടുത്തു. എബ്രഹാമത്തിന് ദൈവത്തിന് വിശ്വാസം വേണ്ട, അപ്പൊ അതുകൊണ്ട് തൈത്ത് കൊടുത്തു. അപ്പൊ നമ്മളും തൈത്ത് കൊടുക്കണം, അത് വാസ്തവമാണ്. പക്ഷെ തൈത്ത് കൊടുക്കുന്നതാണ് നമ്മളുടെ ബ്ലെസ്സിങ്ങിനുള്ള കാരണം എന്ന് വിചാരിക്കരുത്. ദൈവം ആണ് നമ്മുടെ ബ്ലെസ്സിങ്ങിനുള്ള കാരണം. ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ബ്ലെസ്സിങ്ങുള്ള കാരണം, അല്ല. ചിലര് നേരത്തെ പറഞ്ഞല്ലോ, പലരും പ്രീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വാരിക്കോരി കൊടുക്കുക, അപ്പോ ദൈവം നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനെക്കാളും 10 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ദൈവം തരും, അല്ലെ. ദൈവം സ്വർഗത്തിന്റെ എന്താ പറയുക, കിളിവാതിലുകൾ തുറക്കും. അതപ്പോ അവര് പറയുന്ന മാലക്കായി നിന്ന് പറയുന്ന വാക്ക് 3-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന വാക്കാണ്. 10 തൊട്ട് 10-ാമത്തെ വാക്ക് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത്, ദൈവം അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, അല്ലെ. നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവൻ, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തിരിക്കുക. എന്നെ പരീക്ഷിക്കും, ഞാൻ ചെയ്യും എന്ന് സൈന്യങ്ങളുടെ യഹോവ പറഞ്ഞിരിക്കുന്നു. അപ്പം ചിലരെങ്കിലും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, തൈത്ത് കൊടുത്താൽ ഉടനെ ദൈവം ഭണ്ഡാരം തുറക്കും, ദൈവത്തിന് എന്താ പറയാ, ദൈവം കിളിവാതിലുകൾ തുറക്കും. അപ്പൊ ഇതിന്റെ മുമ്പുള്ള വാക്കുകൾ നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. 8-9 വായിച്ചു നോക്കേണ്ടതാണ്. എന്താ വെച്ചാല്, മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ അതിനെ തോൽപ്പിക്കുന്നു. പക്ഷേ നമ്മള് കിങ് ജെയിംസ് വേർഷനിലേക്കൊക്കെ പോകുമ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ന്യൂ കിങ് ജെയിംസ് വേർഷനിലേക്കൊക്കെ പോകുമ്പോ പറഞ്ഞിരിക്കുന്നത് വെച്ചാല്, മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത്? തൈത്ത് കൊടുത്ത്, ദശാംശം കൊടുക്കാതെ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നു. അപ്പൊ ദൈവം പറയുക, ദൈവത്തിന്റെ കരുണയിൽ, അവിടെയും ദൈവത്തിന്റെ കരുണ വിട്ട് കളിക്കാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. തന്റെ കരുണയിൽ ദൈവം പറയുക, നിങ്ങൾ എനിക്ക് ധാരാളം ദശാംശം കൊണ്ട് നിങ്ങൾ തരുവാണെങ്കിൽ എന്റെ ആലയത്തിൽ ഫുഡ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും, അല്ലെ. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് മനുഷ്യർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടും കൂടെ പിന്നെ അനുസരണ കാണിച്ചുകൊണ്ട് തിരിച്ച് ചെയ്യുമ്പോൾ, അല്ലെ, അതൊരു എന്താ പറയണേ, അനുസരണകേടായിരുന്നു ആദ്യം, പിന്നെ അത് അനുസരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം പറയും, ഞാൻ അനുഗ്രഹിക്കും നിങ്ങളെ, ഒരുപാട് അനുഗ്രഹിക്കും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. 30-ാമത്തെ ചാപ്റ്റർ എന്താ പറയുക, ആവർത്തന പുസ്തകത്തിന്റെ ഡ്യൂട്രോണോമി 30-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ദൈവം ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുക. ഒരു എന്താ പറയുക, കൂട്ടം ബ്ലെസ്സിങ്ങിനെ പറ്റി ദൈവം പറയുന്നു, പിന്നെ കുറച്ച് ശാപങ്ങളെ പറ്റി പറയുന്നു. ദൈവത്തിന്റെ വഴി കൂടെ നടക്കുവാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബ്ലെസ്സിങ്ങിനെ പറ്റി പറയുന്നു, അനുഗ്രഹങ്ങളെ പറ്റി പറയുന്നു. ഇനി ദൈവത്തിന്റെ വഴി കൂടെ നടക്കാതിരിക്കുവാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ദൈവം പറയുന്നു. അതിനെല്ലാം ശേഷം ദൈവം പറയുക, ദൈവത്തിന് അറിയാമല്ലോ ഈ ഇസ്രായേൽ മക്കൾ എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള. അപ്പൊ ദൈവം ഇങ്ങനെ പറയും, മോസസ് വഴി, നിങ്ങള് എന്താ പറയാ, ദൈവത്തെ അനുഗമിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ദൈവം അവരെ വേറെ നാടുകളിലേക്ക് നാട് കടത്തി കഴിയുമ്പോൾ അവിടെ വെച്ച് ലോകത്തിന്റെ എൻഡിലാണെന്ന് പോലും, അല്ലെ, ലോകത്തിന്റെ എന്താ ഒരു കോണിലാണെങ്കിൽ പോലും അവിടെ വെച്ച് ദൈവത്തെ നിങ്ങള് എന്താ പറയാ, ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുവാണെങ്കിൽ, ദൈവത്തെ മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ട്, ദൈവത്തോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ച് തിരിച്ചു വരാൻ നിങ്ങൾ താല്പര്യം കാണിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവരും. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരും, നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരും, നിങ്ങൾ അനുഗ്രഹിക്കും. വെറുതെ കുറച്ച് അനുഗ്രഹിക്കില്ല. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെക്കാളും അവരെത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു, അതിനേക്കാളും കൂടുതൽ ഞാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് ദൈവം പറഞ്ഞു.
പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ മനസ്സ്. ഇവിടെ ഇപ്പൊ മലക്കില് പറഞ്ഞിരിക്കുന്നത്, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ പട്ടണത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞിരിക്കുക. ആലയത്തിൽ ആഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ലേവി ഗോത്രത്തിൽപ്പെട്ടവരോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഹെറിറ്റൻസ്, അവർക്ക് എന്താ പറയാ, ഭൂമി അങ്ങനെയൊന്നും കൊടുത്തില്ല. ദൈവമാണ് അവരുടെ ഇൻഹെറിറ്റൻസ്, അല്ല അവരെ ദൈവം ആണ് അവരുടെ റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. അവരുടെ ഇൻഹെറിറ്റൻസ്, റിവാർഡ് അല്ല, ഇൻഹെറിറ്റൻസ് ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ അവർക്ക് പ്രത്യേകിച്ച് അവകാശം ഒന്നുമില്ലാത്തതുകൊണ്ട് ദൈവമാണ് അവരുടെ അവകാശം. അപ്പൊ അവർക്ക് ജെറുസലേം ടെമ്പിളിൽ നിന്ന് കിട്ടുന്നത് അതാണ് അവരുടെ ഭക്ഷണത്തിനുള്ള വക, അല്ലെ. പിന്നെ അപ്പൊ എല്ലാവരും അവരുടെ ദശാംശം കൊടുക്കണം. ഇവരുടെ ജീവിതം നടന്നു പോകണം, അതിനുള്ളത്. പിന്നെ ടെമ്പിളിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മെയിൻ്റനൻസ് വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ എല്ലാ ദിവസവും ഓയില് ഒഴിച്ച് തിരി കത്തിക്കൊണ്ടേ ഇരിക്കണം, രാത്രി എല്ലാം, അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെല്ലാത്തിനും മെയിൻ്റനൻസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉള്ള പണം, അല്ലെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന ടെമ്പിളിന്റെ വർക്കിനായിട്ടും അങ്ങനെ ഓരോ അതിലുള്ള മെയിൻ്റനൻസിനായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അതിനുള്ള പണം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി തൈത്ത് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദശാംശം കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ദശാംശം തന്നെയല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന സാലറി മൊത്തം ദൈവത്തിന്റെ അല്ലേ. ദൈവം പ്രത്യേകിച്ച് നമ്മളോട് ഒരു ഔദാര്യം കാണിക്കരുത്, ഒരു സാക്രിഫൈസ് കാണിക്കരുതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെതാണല്ലോ സകല രൂപയും, അല്ലെ, മണിയും. ദൈവം തന്നതുകൊണ്ട്, നമുക്ക് ആരോഗ്യം കിട്ടിയത് കൊണ്ടാണല്ലോ നമുക്ക് പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ. അല്ലാതെ നമ്മള് എന്താ പറയുക, നമ്മള് മിടുക്കുകാരനൊന്നുമല്ല നമുക്ക് ജോലി കിട്ടിയത്, നമ്മുടെ മിടുക്കുകാരനൊന്നുമല്ല നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നതല്ല. എല്ലാ ദിവസവും ബസ്സിൽ കയറി അല്ലെങ്കിൽ സ്കൂട്ടറിൽ നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നു. ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടില്ല. രാത്രി കിടക്കാൻ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചുകൊണ്ടല്ലോ, അല്ലെ. നമുക്ക് ദൈവം പ്രൊമോഷൻ തന്നുകൊണ്ടല്ലോ. അപ്പൊ എല്ലാ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സകല നല്ല ഗിഫ്റ്റുകളും വരും ദൈവത്തിൽ നിന്നാണ്. അങ്ങനെയാകുമ്പോ ഈ തൈത്ത് കൊടുക്കാനുള്ള മണിയെല്ലാം വരും ദൈവത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം നമ്മളോട് പ്രത്യേകിച്ചായിട്ട് ആവശ്യപ്പെടുന്നൊന്നുമില്ല. ദൈവത്തിന്റെ മണി, ദൈവം തന്ന മണി ദൈവത്തിന്റെ മണിയാണ്, അകത്തു നിന്ന് കുറച്ച് കൊടുക്കാനേ പറയുന്നുള്ളൂ, അല്ലെ. അപ്പൊ അങ്ങനെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ദശാംശം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നല്ല, നമ്മൾ ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ചില ആൾക്കാരെങ്കിലും ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, അല്ലെ. നിങ്ങൾ വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര വിതയ്ക്കുന്നു അത്രയധികം നിങ്ങൾ കൊയ്യും, അല്ലെ. നിങ്ങൾ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ 25 രൂപ കൊയ്യും. അങ്ങനെയൊക്കെ പറയുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ നടത്തുന്ന ആൾക്കാരുണ്ട്. അതല്ല, അല്ലെ. ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കും, ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വഴി കൂടെ നടക്കുക. അപ്പൊ ദൈവം നമ്മൾ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്താ പറയണ, ഇതൊന്നും ചെയ്യാതെ നിന്നിട്ടും കൂടി ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മള് ദൈവത്തെ ആശ്രയിക്കാൻ പോകുമ്പോ എത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുന്നു ഒന്ന് വിചാരിച്ചു നോക്കിയത്. നമ്മളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവം, അല്ലെ. നമ്മുടെ എന്താ പിതാവാണ് നമ്മുടെ ദൈവം, അല്ലെ. അല്ലാതെ നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ എന്താ പറയണ, നമ്മള് ഭയങ്കര നല്ലവരായിട്ട് അതുകൊണ്ടൊന്നും അല്ല ദൈവം എന്താ പറയണ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അത് ഡേവിഡിനെ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഡേവിഡ് പറഞ്ഞത്, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞു. ദൈവം എത്ര നല്ലവനെന്ന് നിങ്ങൾ രുചിച്ചറിയൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഡേവിഡിന് അറിയാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേവിഡ് വെറും ഒരു എന്താ പറയണ ഷെപ്പേർഡ് ബോയ് ആയിരുന്നിടത്ത്, അല്ല, ഒരു ആട്ടിടയൻ ചെറുക്കനായിരുന്നു അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നു ഒരു രാജാവാക്കി, ഇസ്രായേലിന്റെ ഏറ്റവും നല്ല രാജാവ്. ഡേവിഡിനെ പോലത്തെ ഒരു രാജാവ് വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന രാജാവ് യേശുക്രിസ്തു, അല്ലെ. യേശുക്രിസ്തു ഓഫ് കോഴ്സ് യേശുക്രിസ്തുവിനെ പോലത്തെ ഒരു രാജാവ് ഇല്ല. പക്ഷെ മനുഷ്യരെ വെച്ച് നോക്കുമ്പോ എന്താ പറയണ, ഡേവിഡിനെ പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല, അല്ലെ. ഇപ്പൊ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ജീവിതമായിക്കട്ടെ. യേശു എത്രമാത്രം ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നു. യേശയ്യാവിന്റെ 11-ാമത്തെ ചാപ്റ്ററിലെ 3-ാമത്തെ വാക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു ഡിലൈറ്റ് ചെയ്തിരുന്നു ദൈവത്തിന്റെ ഫിയറിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ സന്തോഷമായിരുന്നു, യേശുവിന് ദൈവത്തിൽ എന്താ പറയുക, ദൈവത്തെ ഭയപ്പെടുന്നത് ആയിരുന്നു യേശുവിന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ബഹുമാനമായിരുന്നു തന്റെ പിതാവിനോട്. അങ്ങനെയുള്ള വ്യക്തികളാകട്ടെ നമ്മൾ. അപ്പൊ ഓട്ടോമാറ്റിക്കൽ ദൈവത്തിന്റെ അനുഗ്രഹം വന്നിരിക്കും. അല്ലാതെ പ്രോസ്പെരിറ്റിക്കാർ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കിട്ടും, അല്ലെ. ഇത്രയധികം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം കിട്ടും, അങ്ങനത്തെ ഒരു ജീവിതം ആകാതിരിക്കട്ടെ. അത് ഇങ്ങനെ രൂപ പറഞ്ഞു വാങ്ങിക്കുന്നത് അതൊരു ക്രൈം തന്നെ, അതൊരു പാപം തന്നെയല്ലേ. അങ്ങനെ ആകരുത്. മനുഷ്യരെ എന്താ പറയുക വഴിതെറ്റിക്കുകയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഇത്രയും കൊടുക്കുവാൻ
നിങ്ങൾ എന്താ പറയുക അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. അപ്പൊ ആൾക്കാർ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ രൂപ ഉണ്ടാക്കി ഇങ്ങനെ ഈ കസ്റ്റമർക്ക് അവർക്ക് കൊടുക്കും. പക്ഷെ അങ്ങനെയെന്ന് പറഞ്ഞാലും അനുഗ്രഹം ഒന്നും കാണത്തില്ല. അപ്പൊ ഈ രൂപ കൊടുക്കുന്നോണ്ടാണ്, ഇത്രയും കൊടുക്കുന്നോണ്ടാണ് അനുഗ്രഹം വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെയും രൂപ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അനുഗ്രഹം ഒന്നും കാണുന്നില്ലെങ്കിലും കുറച്ചുകൂടെ കൊടുത്തു നോക്കാം, പിന്നെയും എന്താ പറയുക കുറച്ചുകൂടെ കഴിയുമ്പോൾ അനുഗ്രഹം വന്നാലോ എന്നൊക്കെ ഒരു ഒരു അവസ്ഥയിലേക്ക് അവർ പോവും. ചിലര് പറയും, നിങ്ങൾ ചില പാസ്റ്റർമാർ പറയുന്നുണ്ട്, എന്താ പറയുക, നിങ്ങൾ കൊടുക്കുന്നത് കുറവായത് കൊണ്ടാണ്, അല്ലെ, നിങ്ങൾ മനസ്സറിഞ്ഞ് കൊടുക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും മനുഷ്യരെ എന്താ പറയുക വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു പറച്ചിലും അല്ലെ ഒരു ഗോസ്പലുമായിട്ട് ഇറങ്ങിയിരിക്കുക. ദൈവത്തിന്റെ ഗോസ്പലിന് എതിരായിട്ടുള്ള, ദൈവത്തിന്റെ ഗുഡ് ന്യൂസിന് എതിരായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ട്രാപ്പിലേക്കൊന്നും ആയി പോകാതിരിക്കുക, അല്ലെ. ദൈവത്തെ എന്താ പറയാ ഫോളോ ചെയ്യുക. ദൈവത്തെ ഫോളോ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കും. ദൈവത്തെ എന്താ പറയാ വിശ്വസിക്കുമ്പോ, ഭയപ്പെടുമ്പോ താനെ ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവം സ്നേഹിക്കും നമ്മളിപ്പോഴും. എന്നാലും കുറച്ചും കൂടെ, അല്ലെ, കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്താ പറയുക, അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമ്പോൾ അവരത് അതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ദൈവവും, അല്ലെ. നമ്മൾ നേർച്ചോടെ ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് വലിയ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കട്ടെ, അല്ലെ, നമ്മുടെ ജീവിതം. ഇനി താഴേക്ക് വായിക്കുമ്പോൾ 11 തൊട്ട് 14 വരെ വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മള് ദൈവത്തില് എന്താ പറയാ ഭയക്കേണ്ടത്, ദൈവത്തെ ഭയക്കേണ്ടത് എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ദോഷം ചെയ്യുന്ന നാവുള്ളവരായിരിക്കരുത്, വ്യാജം പറയുന്ന അധരമുള്ളവരായിരിക്കരുത്, ദോഷം വിട്ടാകുന്ന ഗുണം ചെയ്ത് സമാധാനം അന്വേഷിച്ച് നടക്കുക, അല്ലെ. ജീവനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നന്മ കാണേണ്ട ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഭയപ്പെടുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകട്ടെ നമ്മുടെ ജീവിതം, അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, സമയത്താണ് നന്ദി പറയുന്നത്. അങ്ങനെ പോലെ ഒരാളില്ല, അങ്ങനെ പോലെ ഒരു ദൈവമില്ല. കർത്താവേ, സ്നേഹം പറ്റും, സ്നേഹമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവേ, ഞങ്ങള് കർത്താവെ വളരെയധികം അങ്ങയുടെ വചനം വായിക്കുന്നവരാകട്ടെ കർത്താവെ. വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾക്ക് കാര്യങ്ങളെ തിരിച്ചറിയുള്ള ബുദ്ധി തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് കർത്താവ് അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാകാതിരിക്കട്ടെ കർത്താവെ. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കും, അത് കേട്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം അനുഗ്രഹിക്കുന്ന അപേക്ഷ അവരുടെ ജീവിതത്തെ സകല ഏരിയ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി, ദൈവത്തിന്റെ നാമത്തിൽ മാത്രം.